കുറച്ചൊരു ഒച്ചത്തിൽ ചോക്കാൻ പറ്റും. കട്ട കലിപ്പിലാണ് അല്ലെ? ഇതുപോലെ അടികൂടുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ലൈഫാണോ നിങ്ങളുടേത്? അതെ, നമ്മൾ രണ്ടാളും ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള വഴക്കുണ്ടാവും അല്ലെ? അതിനൊക്കെ മെയിൻ കാരണം സ്ട്രെസ്സാണോ? അതെ, സ്ട്രെസ് ഒരു പരിധി വരെ കാരണമാണെങ്കിലും എങ്ങനെ നമ്മൾ അത് എടുക്കുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതുപോലെ അടി ഉണ്ടാക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സേഫ് സോണിലാണ്. കാരണം അടി ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരസ്പരം രണ്ട് ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് അടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതിനു വേണ്ടി നമ്മൾ അടി ഉണ്ടാക്കും. പക്ഷെ ഈ അടി സീരിയസ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് വരും അല്ലേ? ആ സമയത്ത് നമ്മൾ അത് എങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും നമ്മുടെ ലൈഫിന്റെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു വളർച്ച. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി അടികൂടി കുറച്ച് നേരം ഒരു സ്പേസ് എടുത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും ആ ദിവസം തന്നെ ഇണങ്ങി അതിനെ പരിഹരിക്കുക. അതായത് സംസാരിക്കുക. പരസ്പരം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ തുറന്ന് സംസാരിക്കുന്നതാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നമ്മൾ ഓഫീസിലായാലും ഫ്രണ്ട്സിന്റെ ഇടയിലായാലും എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ വഴക്ക് കൂടുന്നതല്ല പ്രശ്നം, അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം എന്നതിലിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ വഴക്ക് കൂടി കഴിഞ്ഞ് ഒരാൾ മാത്രം എഫേർട്ട് എടുത്ത് അത് സോൾവ് ചെയ്യാൻ നോക്ക്, മറ്റാൾ അത് കേൾക്കാനോ അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ തയ്യാറാവുമ്പോൾ ആ ബന്ധത്തിൽ ഒരു വലിച്ചിൽ വന്നുകൊണ്ടിരിക്കും. അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നിങ്ങൾ കണക്കൂട്ടണം. അപ്പൊ നിങ്ങൾ ചെറിയൊരു വാർണിംഗ് സിഗ്നലിൽ പോയിക്കൊണ്ടിരിക്കാം. ഇനി അതുമല്ല, രണ്ടുപേരും എഫേർട്ട് എടുക്കാതെ ശ്രമിച്ചുകൊണ്ട് ലാസ്റ്റ് രണ്ടുപേരും ഒരു സൈലൻസിലോട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഈ അടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് സേഫസ്റ്റും സൈലൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഡേഞ്ചറസും ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് സ്ട്രെസ് അത് ഒരു ആണിനായാലും ഒരു പെണ്ണിനായാലും ഹോർമോണൽ ലെവൽസ്, അവന്റെ വർക്ക് പ്രഷർ, ലൈഫ് ബാലൻസ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ടും സ്ട്രെസ് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കും. ഒരാൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഓഫീസിൽ നിന്ന് വരെയും ലേഡീസ് എന്ന് പറഞ്ഞാൽ 28 ദിവസം പല രീതിയിലുള്ള ഹോർമോണൽ സൈക്കിൾസിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഇവർ രണ്ടുപേരുടേത് ഇത് ബാലൻസ് ആവാത്ത ദിവസങ്ങളിൽ പലപ്പോഴും ക്ലാഷ് ഉണ്ടാവും. ഇതൊരു പ്രശ്നമല്ല. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ രണ്ടുപേരും ഇരുന്നത് സംസാരിക്കണം. ഈവൻ അത് ഫ്രണ്ട്സ് ആയാൽ പോലും നമ്മൾ രണ്ടുപേരും ഇരുന്നേടാ എനിക്കിങ്ങനെ പറ്റിയടാ, അന്നത്തെ ആ സമയത്ത് എൻ്റെ ഒരു മൂഡ് ചേഞ്ച് ആയിരുന്നു, എന്തോ പ്രശ്നമായിരുന്നടാ, സോറി ഇടാന്ന് പറഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമുള്ളൂ. ഒരു സോറിയിൽ തീർക്കേണ്ടത് ഒരു സൈലൻസിൽ അവസാനിപ്പിച്ച് ഒരു റിലേഷൻഷിപ്പ്, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ ബ്രേക്ക് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് സ്ട്രെസ് ഒരിക്കലും നമ്മുടെ ലൈഫിൽ വില്ലൻ ആവാതിരിക്കുക. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.